ഹലോ ഡിയേഴ്സ്, ഹൗ ആർ യു ഓൾ? വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ വേർബിൻ്റെ ഒരു സീരീസ് നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി മുതൽ വീക്കിലി 1 ഡേ നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, എൻ്റെ ഓഡിയൻസ്, കൊമൻസ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് വീക്ക്ലി 1 ഡേ ഞാൻ അവരെ കോൾ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം. ഇംഗ്ലീഷിൽ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാന്നാട്ടാ ഞാൻ പറഞ്ഞത്. അതായത് എന്താണ്, സംസാരിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിൽ വർത്തമാനം പറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചിങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ കഴിയും അല്ലേ? അതേപോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഞാൻ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീക്കിലി 1 ഡേ ആണ് കേട്ടോ. അതായത് കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ അങ്ങനെ കോൾ ചെയ്യാനും സംസാരിക്കാനും ആഗ്രഹമുണ്ട് എന്നുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് ഒരാളെ വീക്ക്ലി ഞാൻ സെലക്ട് ചെയ്യും. ചിലപ്പം വീക്ക്ലി 2 ഡേയ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇൻട്രാക്റ്റീവായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദീപ വിനീഷാണ്. നമുക്ക് ദീപയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഹായ് ദീപ, ഹൗ ആർ യു? ഫൈൻ. നമ്മുടെ ദീപയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ. അപ്പോ നമ്മളിന്നേ നമ്മുടെ ഇംഗ്ലീഷിലെ നമ്മുടെ സീരീസ് ഒക്കെ കാണാറില്ലേ? കാണാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ ക്ലാസ്സുകളൊക്കെ കുറച്ച് ടഫായി വരുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുണ്ടാവും. പ്രാക്ടീസിന്റെ കുറവുണ്ടായിരിക്കും അല്ലേ? ഡെയിലി ഞാൻ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ല, അതിന് സമയം കിട്ടുന്നില്ല. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകൾ കുറച്ച് വിട്ടുപോയ കാരണേ നോക്കണതുണ്ട്. നോക്കിയിട്ടില്ല. ഇനിയിപ്പോ എത്ര ക്ലാസ് മിസ്സായാലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളുടെ ഡെയിലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 10 മിനിറ്റ്സ് നമ്മൾ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇനിയിപ്പോ ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ സ്പീക്കിംഗ് എന്നുള്ള ആ ഒരു സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ക്ലാസ്സുകൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനോ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ സംസാരിച്ചാലേ നമ്മളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോ എത്ര ക്ലാസ് മിസ്സായാലും ഒരു ദിവസം 24 hours ഒരു 10 മിനിറ്റ്സ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റാതിരിക്കില്ലല്ലോ, ഉറപ്പല്ലേ? അതിപ്പോ ഇനിയിപ്പോ എത്ര ചെറിയ മക്കളുണ്ടെങ്കിലും വീട്ടിലെ എന്ത് ജോലികളാണെങ്കിലും നമ്മളെല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണെങ്കിലും ഒരു 10 മിനിറ്റ് നമുക്ക് അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചൂടെ? കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ കുറച്ച് മരണമൊക്കെ സംഭവിച്ച അതിന്റെ ഒക്കെ ഒരു ഇതായതുകൊണ്ടേ. ഓക്കെ. അപ്പൊ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക, ഞാൻ 10 മിനിറ്റ് ഡെയിലി ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങള് 10 മിനിറ്റ് ഒന്നല്ല, വെരി ഗുഡ്. ഞാന് എന്താണ് ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളാണ് ദീപ, എന്റെ ഫ്രണ്ടും കൂടെയാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്ന സമയത്തും ദീപ ഇംഗ്ലീഷിൽ മാത്രമേ എന്നോട് കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ, ഒന്നും മലയാളത്തിൽ ചോദിക്കാറില്ല. അത് ദീപയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. തെറ്റുമെന്നുള്ള പേടിയോ ഒന്നുമില്ല. നമ്മളെന്താണ് ഇനിയിപ്പോൾ ഗ്രാമർ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, വളരെ ഭംഗിയായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്കത് ഭയങ്കര, ദീപനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു പ്രൗഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, എപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഏത് ഫ്രണ്ട്സിനോടാണെങ്കിലും, ഈവൻ വീട്ടിലുള്ള മക്കളോട്, ഞാൻ ഒരു കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ പ്രായത്തിലുള്ള മക്കളോട് സംസാരിക്കുന്ന സെന്റൻസുകൾ. അതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു, കാരണം ഒരുപാട് മിസ്സായി. ഓരോ വീഡിയോസും കറക്റ്റായിട്ട് കണ്ടുവരുന്ന ഒരാളായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നോ മക്കളോട് സംസാരിക്കുന്നത്? ഞാന് അല്ലെങ്കിലും മുമ്പത്തെ ക്ലാസ് മുതലേ ഞാൻ പിന്നെ ഇംഗ്ലീഷ് മാക്സിമം
സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ മോനോടൊക്കെ പതിവും ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് ഇംഗ്ലീഷിൽ ഞാൻ പറയിപ്പിക്കുകയും ചെയ്യും. എനിക്ക് വെരി അറിയുന്ന ഗുഡ്, കാര്യങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നിട്ട് അതിന്റെ മാറ്റം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോ? കുറച്ച് വെച്ചാല് കുറച്ചും കൂടി ഫ്ലുവൻസി വരുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ മാത്രമേ നമുക്ക് ഫ്ലുവൻസി വരുള്ളൂ. അപ്പൊ എന്തൊരു ചെറിയ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ നമുക്ക് സ്കൂട്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ദൂരെ നിന്ന് നോക്കി നിന്നാല് നമുക്കത് നടക്കുവോ? ഇല്ല. വീഴുന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്കൂട്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ, വീഴുന്ന് പേടിച്ചിട്ട് ഓടിച്ചിട്ടില്ലെങ്കിൽ അതില് ഫ്ലുവൻസ് വരുമോ? ഇല്ല. വീണിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ചിന്തയില് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ദീപ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരാളും കൂടെയാണ്. നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കണം, ഞാൻ പഠിച്ചെടുത്തിരിക്കും, ഞാൻ സംസാരിച്ചിരിക്കും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം, അതോടൊപ്പം തന്നെ എന്താണ് ആഗ്രഹം, ഒരുപാട് ആഗ്രഹം ഉള്ളിലുള്ള ഒരാളും കൂടെയാണ് നമ്മുടെ ദീപ. അപ്പൊ നമുക്ക് കുറച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നല്ല ഏറ്റവും സിമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങും. അപ്പൊ കുറച്ച് ടഫായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ വേർഡ്, ആ വേർഡിന്റെ 3 ഫോംസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കാം. ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. നമ്മുടെ വേർഡ് ഫോഗറ്റ് എന്ന് പറയുന്ന വേർഡാണ്. ഫോഗറ്റ് അറിയോ? ഫോഗറ്റ് യെസ്, മറക്കുക എന്നാണ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ ഫോഗറ്റ്. എങ്ങനെയാണ്? ഫോഗറ്റ്. ആ ആറ് നമ്മളവിടെ സൈലന്റ് ആണ്. എന്നിട്ട് ജസ്റ്റ് കുറച്ചൊരു ഫോർഗെറ്റ് എന്നൊന്നും പറയാതെ ഫോഗറ്റ്. ഓക്കെ. അപ്പൊ ഞാന് സാധാരണ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സംഭവമാണ് അല്ലേ ഈ ഫോഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഡു യു ഫോർഗെറ്റ് ടു വാച്ച് മൈ ക്ലാസ്സസ്? ഡു യു ഫോർഗെറ്റ് ടു വാച്ച് മൈ ക്ലാസ്സസ്? അതിന്റെ മീനിങ് ആണോ പറയേണ്ടത്? അല്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അത് ഫോർഗെറ്റ് അല്ല, ടൈമിന്റെ ഒരു പ്രശ്നം. You can speak in English. You can try to speak in English. Yes, I forget to watch your class. Okay. Very good. നല്ല രീതിയിൽ തന്നെ ആൻസർ പറഞ്ഞു അല്ലേ? ഇപ്പോ ഞാൻ മറക്കാറില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയാ? നോ. I don't forget. Yes, very good. I don't forget എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പിന്നെ എന്താണ് വലിയ സെന്റൻസ് ആയി പറയണമെങ്കിൽ എങ്ങനെ പറയാം? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഡു യു ഫോർഗെറ്റ് ടു വാച്ച് മൈ ക്ലാസ്സസ്? No, don't forget to watch your classes. Very good. Very nice. No, I don't forget to watch my classes. Your classes. Very good. പിന്നെ അതുപോലെ നമ്മുടെ ലൈഫില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കാറില്ലേ? ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറക്കാറില്ലേ? ആദ്യം നമുക്ക് വെച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു. യെസ്. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ മറന്നു. അതിനു മുമ്പേ നമ്മുടെ ഈ ഫോഗറ്റിന്റെ 3 ഫോംസ് പറയണ്ടേ? 3 ഫോം. ഏതൊക്കെയാന്ന് അറിയോ? ഫോർഗോട്ട് ആണോ? V1 ഫോഗറ്റ് ആണ്. V2 ഫോർഗോട്ട്. യെസ്. ഫോർഗോട്ട് അല്ല, ഫോർഗോട്ട് എന്നാണ്. V3 ഫോം ഫോഗറ്റൻ. യെസ്. ഏതൊക്കെയാണ്? ഫോഗറ്റ്, ഫോർഗോട്ട്. വെരി ഗുഡ്. അതിന്റെ മലയാളം മീനിങ് ഒന്ന് ട്രൈ ചെയ്യോ പറയാന്? മറക്കുക, മറന്നു. യെസ്. മറന്നിട്ടുണ്ട്. വെരി ഗുഡ്. മറന്നിട്ടുണ്ട് എന്ന് വരില്ലപ്പോഴാ? മറന്നിട്ട് അത് ഹാസും ഹാവും വരുമ്പോ, അതായത് V3 ഫോം വരുമ്പോ. V3 ഫോം അതൊന്ന് പറഞ്ഞേ. ഹാസും മറന്നിട്ടുണ്ടായിരുന്നു. ഹാവ് വരുമ്പോ മറന്നിട്ടുണ്ട്,
ഹാഡ് വരുമ്പോ മറന്നിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ മറന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിൽ അതൊന്ന് പറയോ? ഞാൻ മറന്നിട്ടുണ്ട്. ഐ ഹാവ് ഫോർഗോട്ടൻ. വെരി ഗുഡ്. നീ മറന്നിട്ടുണ്ട്. നീ മറന്നു. യാ. യു ഹാവ് ഫോർഗോട്ടൻ. വെരി ഗുഡ്. ദെൻ അവൾ മറന്നിട്ടുണ്ട്. ഷി ഹാസ് ഫോർഗോട്ടൻ. എന്റെ മദർ മറന്നിട്ടുണ്ട്. മൈ മദർ ഹാസ് ഫോർഗോട്ടൻ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെയാ പറയാ? ഐ ഹാഡ് ഫോർഗോട്ടൻ. വെരി ഗുഡ്. അവൾ മറന്നിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഷി ഹാഡ് ഫോർഗോട്ടൻ. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാന് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു? ഹാഡ് യൂസ് ചെയ്യുള്ളൂ അല്ലെ? അപ്പോ നമുക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന്, ദീപക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ വലിയ സെന്റൻസിലേക്ക് കടക്കാം അല്ലെ? റെഡി അല്ലേ? ഓക്കെ. അപ്പോ ഞാന് പാല് വാങ്ങാൻ മറന്നു. ശ്രദ്ധിക്കട്ടോ, സെന്റൻസ് ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്ക. പാല് വാങ്ങാൻ മറന്നു. യെസ്. ഐ ഫോർഗോട്ട് ബൈ മിൽക്ക്. ഐ ഫോർഗോട്ട്. ഫോർഗറ്റ് ആണോ ഫോർഗോട്ട് ആണോ? ഫോർഗോട്ട് മറന്നുന്നല്ലേ? യെസ് വെരി ഗുഡ്. ഐ ഫോർഗോട്ട് ബൈ മിൽക്ക്. ടു ബൈ മിൽക്ക്. വെരി ഗുഡ്. ആദ്യം പറഞ്ഞപ്പോ ടു വിട്ടുപോയി അല്ലേ? അതാ ഞാൻ വീണ്ടും ചോദിച്ചത് കേട്ടോ. ആ സെന്റൻസിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ചോദിച്ചത് കേട്ടോ. യെസ്. ആൻ എന്താണ്? കളിക്കാൻ, വാങ്ങാൻ, എടുക്കാൻ, നിൽക്കാൻ എന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ടു എന്ന് പറയുന്നത് കേട്ടോ. ടുവിന് ആ മീനിങ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് മീനിങ്ങുകളുണ്ട്. പ്രിപ്പോസിഷന്റെ ക്ലാസ് നമ്മൾ പിന്നീട് എടുക്കും. ഓക്കെ. അപ്പോ ഞാന് പാല് വാങ്ങാൻ മറന്നു എന്ന് പറഞ്ഞു അല്ലേ? ഐ ഫോർഗോട്ട് ടു ബൈ മിൽക്ക്. അപ്പൊ ഇതൊന്നൊരു മലയാളത്തിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പാല് വാങ്ങാൻ മറന്നോ? ആര്? നീ പാല് വാങ്ങാൻ മറന്നോ? വെരി ഗുഡ്. നീ പാല് വാങ്ങാൻ മറന്നോ? അപ്പൊ എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ വരിക? ഫോർഗട്ട് ആവുമ്പോ കഴിഞ്ഞ കാര്യമില്ല, അപ്പൊ ഡിഡ്. വെരി നൈസ്. യെസ് ഡിഡ് വരും അല്ലേ? ഡിഡ് യു ഫോർഗോട്ട് ടു ബൈ മിൽക്ക്. വൺസ് മോർ. ഒന്ന് ശ്രദ്ധിച്ച ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് തിരുത്താൻ കഴിയും. ഡിഡ് യു ഫോർഗെറ്റ് ടു ബൈ മിൽക്ക്. വെരി ഗുഡ്. ഡിഡ് യു ഫോർഗോട്ട് വരുമോ? പിന്നെ ഇല്ല അല്ലേ? ഡിഡ് പുറത്തെടുത്ത കാരണം ഫോർഗെറ്റ് വരും. യെസ് വെരി ഗുഡ്. ഡിഡ് യു ഫോർഗെറ്റ് ടു ബൈ മിൽക്ക്. അപ്പൊ ആൻസർ പറയില്ല എങ്ങനെയാ? യെസ് ഐ ഫോർഗോട്ട് ടു ബൈ മിൽക്ക്. യെസ് ഐ ഫോർഗോട്ട് ടു ബൈ മിൽക്ക്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അതിൽ എസ് ഓർ നോ അല്ലാതെ WH ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യണ്ടേ? ആദ്യം മലയാളത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ. എവിടെ നിന്നാണ് മറന്നു എന്നുള്ള ഫോർഗോട്ട് അല്ലേ വരേണ്ടത്? യെസ് യെസ്. അപ്പൊ മലയാളത്തിൽ ആദ്യം ഉണ്ടാക്കി നോക്കിയാ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാം അല്ലേ? എവിടെ നിന്നാണ് പാല് വാങ്ങാറ് അല്ല, അപ്പോഴും മറന്നോ എന്നുള്ളത് വരില്ലല്ലോ അല്ലെ? ഇല്ല. എന്തുകൊണ്ടാണ് മറന്നത് എന്ന് ചോദിച്ചൂടെ? യെസ് ചോദിക്കാലോ. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? Why did you forget to buy milk? Why did you? എന്തുകൊണ്ടാ? Why did you forget to buy milk? Very good. Why did you forget to buy milk? Why did you forget to buy milk? നീ എന്തുകൊണ്ടാണ്? Why did you forget to? Yes, very good, very good, very nice. നല്ല ഒരുപാട് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വേഗം വേഗം ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്താ ആൻസർ പറയാനൊക്കെ കിട്ടുന്നുണ്ട്. ഇത് വലിയൊരു മാറ്റമായിട്ട് തന്നെ കണക്കിലെടുക്കുക. എനിക്ക് പറയാനുള്ളത് വിത്തിൻ 15 days 15 days കൊണ്ട്
ഒരു ദിവസം ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ദീപ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ, കോൺഫിഡൻസോട് കൂടെ സംസാരിക്കാൻ ആവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് സജിനാന്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് ഇത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. തുടക്കം മുതലുള്ള ഒരു ക്ലാസ് കൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. പറയുമ്പോ ഇത്രയും പഠിച്ചതാണ്. നമ്മള് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മെയിൽ അയക്കാനൊക്കെ ഫുൾ ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് അത് സംസാരിക്കാനുള്ള ആ ഒരു ചാൻസും കിട്ടിയിട്ടില്ല. നമ്മളത് ട്രൈയും ചെയ്യാത്തോണ്ടാണ് അത് ഇത്രേ ഇത് വന്നത്. യെസ്, ഓഡിയൻസ് കേൾക്കണം കേട്ടോ, ഓഡിയൻസ് കേൾക്കണം. ദീപയുടെ എക്സ്പീരിയൻസാ പറയുന്നത്. എന്താണ് ഫസ്റ്റ് പറഞ്ഞ ഒരു സിറ്റുവേഷൻ കിട്ടാത്തത് കൊണ്ട് അല്ലേ? ഇനി നമ്മള് അത് നമ്മുടെ ക്ലാസ് കണ്ടവര് ഇനി പറയാൻ പാടില്ല കേട്ടാ, കിട്ടുന്നില്ല കേട്ടാ. ഇനി ചാൻസ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യാൻ മാത്രമാണ് ഇംഗ്ലീഷ് ചിന്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകും മെയിൽ അയക്കാനൊക്കെ ആയിട്ട്. അല്ലാതെ സംസാരിക്കാൻ അതുവരെ ശ്രമിച്ചിട്ടില്ല. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനാവുമ്പോഴാണ് അത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് അപ്പൊ ഇനി മക്കൾക്ക് ബുദ്ധിമുട്ട് വരൂലേ സംസാരിക്കാനുള്ള. അപ്പൊ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ നോക്കിയത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ ഇത്രയും പഠിച്ചിട്ടും? ദീപ ഏതുവരെ പഠിച്ചിട്ടുണ്ടോന്ന് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയുമോ? ഞാന് ഡിഗ്രി കംപ്ലീറ്റ്, പിന്നെ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഡിഗ്രി ഏതായിരുന്നു? എക്സാം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഡിഗ്രി ഏതായിരുന്നു? ബികോം ആയിരുന്നു. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പോളി ഡിപ്ലോമ. യെസ്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലേ? ബികോമും PG ഒക്കെ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു. ഓക്കെ. അപ്പൊ ദീപയ്ക്ക് എല്ലാം കഴിയുന്ന ഉറപ്പാണ്. അതന്നെ. ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ കുറച്ചു കാലം വീട്ടിലിരുന്ന കാരണമാണ് ആ ഇംഗ്ലീഷിനുള്ളൊരു ടച്ച് കിട്ടുപോയത്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോവാൻ തുടങ്ങിയപ്പോഴാണ് വേൾഡും ഒന്നേന്ന് വെച്ച് തുടങ്ങണത്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ സ്കൂളില് എത്ര ക്ലാസ് വരെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? +2 വരെ ഉണ്ടാവും ഇംഗ്ലീഷ് സബ്ജക്ട്. ദീപ +2 വരെയാണ് പഠിച്ചത്. ബികോമിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഇല്ല അല്ലെ? അതാ ഞാൻ ചോദിച്ചത്. ഡിഗ്രി വരെ ഡിഗ്രി വരെ ഉണ്ട്. ഇംഗ്ലീഷില് കമ്മ്യൂണിക്കേഷനും ഗ്രാമറൊക്കെ ഉണ്ടായിരുന്നു ഡിഗ്രിയില്. PGക്കോ? PGക്ക് ഉണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നുണ്ട്. PGക്ക് ഉണ്ടായില്ല. അതില് പിന്നെ ഫിനാൻസ് ആയ കാരണം ആ സബ്ജക്റ്റുകളായിരുന്നു. ഇൻകം ടാക്സ്, ഫിനാൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എന്റെ ഒരു ഓർമ്മ. ഓക്കെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, നമ്മൾ എത്ര വർഷം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച്? എത്ര വർഷം. പക്ഷെ ഒരു 10th വരെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. 10th എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് ഇംഗ്ലീഷിലാണ് ആയിരുന്നു അല്ലേ? പിന്നെ ദീപ മലയാളം മീഡിയം സ്കൂളല്ലേ പഠിച്ചത്? ഗേൾസിലാണ് പഠിച്ചത്. ഞാനും അതെ, +2 വരെ ഗേൾസിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷാണ് ഡിഗ്രിക്ക് എടുത്തതെങ്കിലും ഞാൻ ഇംഗ്ലീഷ് എടുക്കാൻ കാരണം ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും ഇംഗ്ലീഷ് എന്താണെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സയൻസ് ആയിരുന്നു +2ന്. ബാക്കിയുള്ളതിലൊക്കെ മാർക്ക് കുറവായിരുന്നു. ആകെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ ഇംഗ്ലീഷ് എടുക്കുക എന്നുള്ളതായിരുന്നു. ഇംഗ്ലീഷ് പേടിയായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ദിജി രേഷ്മൊക്കെ BA ഇംഗ്ലീഷിന് ചേർന്നപ്പോ എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ അവരുടെ കൂടെ പോവാതെ ഞാൻ വേറെ പോയത്. എനിക്ക് മാത്സും ഫിസിക്സ് ഒക്കെ ആയിരുന്നു താല്പര്യം. അപ്പൊ ആ ഒരു ഇതിലാണ്ട് പോളിയിലേക്ക് പോയി. ഇപ്പൊ ഇംഗ്ലീഷിനോട് കുറെ അടുത്ത് തുടങ്ങിയില്ലേ? ഇപ്പൊ അത് ഇംഗ്ലീഷ് ആവശ്യമാണ് മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാണെങ്കിൽ. ഇത്രയും പഠിച്ചിട്ട് നമുക്ക് അറിയില്ല എന്ന് പറയുമ്പോ നാണക്കേടാണ്. അത് ശരിയാണ്, അത് വളരെ ശരിയാണ് ദീപ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയും, നമ്മളൊരാളുടെ മുന്നിൽ ഇംഗ്ലീഷ് സംസാരിക്കാന്. പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്ന് പറഞ്ഞാല് ദീപ ഡിഗ്രി വരെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ട് അതിൽ ഇംഗ്ലീഷ് പഠിച്ച ആളാണ്. ഞാന് ഇംഗ്ലീഷ് ഡിഗ്രി ഇംഗ്ലീഷ് എടുത്തു, അത് കഴിഞ്ഞ് BEd ഇംഗ്ലീഷ് എടുത്തു. എന്നിട്ട് പോലും എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ ഇംഗ്ലീഷ് ആണെന്ന് പറയാൻ വരെ പേടിയായിരുന്നു. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു കോച്ചിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാരണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാല് സ്പീക്കിങ്ങിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇന്നത്തെ പഠന രീതികളൊക്കെ വരുന്നത് അല്ലേ? അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ സ്കൂളുകളിലൊക്കെ വന്നു തുടങ്ങി. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ തുടങ്ങി അല്ലേ?
എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ നല്ലോണം ബെറ്റർ ആണ്. യെസ്, നമ്മുടെ കാലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാലമായി പോയി. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ ടോപ്പിക്കിലോട്ട് പോവാം അല്ലേ? പോവാം. നമ്മള് ഇപ്പൊ രണ്ടാമത്തെ ഫോം വെച്ചിട്ടാണ്, മറന്നു എന്ന ഫോം വെച്ചിട്ടാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കിയത് അല്ലേ? അപ്പോ ഞാനിതിന് മുന്നേ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഡെയിലി ചെയ്യുന്നത്, അല്ലെങ്കിൽ വീക്കിലി 1 ടൈം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയർലി 1 ടൈം ചെയ്യുന്നത്, മന്ത്ലി 1 ടൈം ചെയ്യുന്നത്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല, റിപ്പീറ്റഡ് ആയിട്ട്. അതായത് റെഗുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ദിവസം ചെയ്യണമെന്നില്ല. ഇപ്പൊ സ്കൂളിൽ പോവാന്നുള്ളത് നമ്മൾ ദിവസം പോണില്ല, രണ്ടു ദിവസം ലീവ് ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ എന്താണ് ഈ 5 ദിവസം സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അല്ലെ? ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് ടെൻസ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടാവും. ഏതാ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് അത് വെച്ചൊരു സെന്റൻസ് പറഞ്ഞാലോ? അത് പിന്നെ ഏത് ഫോർഗെറ്റ് വെച്ചിട്ടോ? യെസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോ ഏത് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? V1. അപ്പോ ദീപനെ ഇത്രയും നേരം നമ്മൾ ഫോൺ ചെയ്തപ്പോ ദീപനെ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല എന്ന് കണ്ടപ്പോ ജസ്റ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്തതാണ് നിങ്ങക്ക് വീഡിയോയിൽ ആളെ കാണാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ദീപ, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ. അപ്പോ സ്ഥിരമായിട്ട് ദീപ മറക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സ്ഥിരമായിട്ട് മറക്കണത് എന്നും എന്നല്ല, ഇടക്കിടക്ക് ചെയ്യുന്നതും സ്ഥിരമായിട്ട് എന്നുള്ളതിൽ കൂട്ടാം. ഇടക്കിടക്ക് നമ്മള് മറക്കുന്ന കാര്യങ്ങള്. അല്ല, ദീപ ആവണമെന്നില്ല, ഹസ്ബൻഡോ മക്കളോ അമ്മയോ ആരായാലും. ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സെന്റൻസ് ആകുമ്പോ ഒന്നും കൂടെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഞാന് ചിലപ്പം മോന് വാട്ടർ ബോട്ടിൽ വെക്കാൻ മറക്കലുണ്ട് മിക്കവാറും. യെസ്, വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കാൻ മറക്കാറുണ്ട് അല്ലേ? അത് വെള്ളം നിറച്ചിട്ട് വേറെ വെക്കും, പോവാൻ നേരത്തെ എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട്. പക്ഷെ അപ്പൊ ചിലപ്പോ ഞാൻ അങ്ങനെ വെക്കാൻ മറക്കാം. അപ്പൊ നമുക്കത് പറയാം അല്ലേ? ഞാന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം, ഞാന് ചില സമയത്തൊക്കെ വാട്ടർ ബോട്ടില് അവന്റെ ബാഗില് കീപ്പ് ചെയ്യാൻ മറക്കാറുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ? മറക്കാറുണ്ട്. ഓക്കെ, ട്രൈ ചെയ്യ്. I forget to keep water bottle to his bag. ആരുടെ ബാഗില്? മകന്റെ സൺസ്. ബാഗിൽ എന്ന് പറയുമ്പോ എന്ന് പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാ? യെസ്, ഇൻ. യെസ്. I forget to keep water bottle in my son's bag. വെരി ഗുഡ്. ഇതിലൊരു ചെറിയ കാര്യം കൂടെ ചേർക്കാണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞില്ലേ, ആ വേർഡ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഓഫൺ യൂസ് ചെയ്യാം. യെസ്, ഓഫൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സംടൈംസ് എന്ന് പറയാം, ചില സമയത്ത്. അപ്പൊ ഐ കഴിഞ്ഞ പാടാണ് അത് യൂസ് ചെയ്യാ കേട്ടാ. ഒന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെ. I sometimes forget to keep water bottle in my son's bag. Very good. I'm very happy to hear your words. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. Keep watching and keep practice. Okay. അപ്പൊ നമുക്ക് ചോദിക്കാം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കൂടെ ഇതിൽ നിന്ന്? എന്തൊക്കെയാ ക്വസ്റ്റ്യൻ? ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഫസ്റ്റ് വാട്ടർ ബോട്ടിൽ വെക്കാൻ മറക്കാറുണ്ടോ? അല്ലെ? മറക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും മറക്കാറുണ്ടോ. എങ്ങനെയാണ് ചോദിക്കുക?
Do you forget യാ to keep ആ do you forget to keep water bottle in your son's bag? Very nice, very nice. Do you forget to keep water bottle in your son's bag? Bag. Yes. അപ്പൊ ആൻസർ പറയൂ. Yes, I sometimes forget to keep water bottle in my son's bag. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി വേറെ നമുക്കൊരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാലോ? യെസ്. മലയാളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞു, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. എപ്പോഴാണ് ചോദിച്ചാലോ? എപ്പോഴെന്ന് ചോദിച്ചാല് രാവിലെ ആയിരിക്കുമല്ലോ. അതിനേക്കാളും നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കി കൂടെ? എന്താണ് ആ ചോദിച്ചത് തന്നെ? എന്താണ് അതല്ലേ? യെസ്, വെരി ഗുഡ്. അങ്ങനെ ചോദിക്കാം. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യം മറക്കാറ്. അപ്പൊ വാട്ടർ ബോട്ടിലെന്ന് ആൻസർ വരുന്ന രീതിയിലോ? യെസ്. എന്താണ് ബാഗില്, മകന്റെ ബാഗിൽ വെക്കാൻ മറക്കാറുള്ളത് എന്നായിക്കൂടെ? യെസ്. എന്താണ് ചോദിക്കുമ്പോ വാട്ടല്ലേ? യെസ്, വാട്ടാണ്. വാട്ട് കഴിഞ്ഞ എന്ത് വസ്തുവാണ് എന്താ വേണ്ടത്? അത് എന്തെന്ന് മതി, എന്തെന്ന് മതി, എന്തെന്ന് ആ വാട്ട് മാത്രം മതി. Yes. What do you forget to keep your Yes, you are correct. Very good, very good. What do you? എങ്ങനെയാ പറഞ്ഞത്? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷോ ഇത് എങ്ങനെ പറയാൻ പറ്റിയെന്ന് ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ ദീപ? അതെല്ലാം ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റേ വീഡിയോസ് എന്റെ ഓഡിയൻസിനോട് പറയാണ്, മറ്റേ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ വാട്ട് ഡു യു ഫൊർഗെറ്റ് ടു കീപ് ഇൻ യുവർ സൺസ് ബാഗ്? ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ പറയാ? I forget water bottle. Yes, I forget water bottle to keep my son's bag എന്ന് പറയാം. Yes, very good, very good. അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നോ യെസ് എന്ന് മാത്രം പറഞ്ഞു ഒഴിവാകരുത് കേട്ടോ. എന്തിനാണെന്നറിയോ അങ്ങനെ പറയുന്നത്? കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ട്രൈ ചെയ്യണം. എപ്പോഴാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ നോക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഈസിയായി വരും. മറ്റേ നമ്മള് പിന്നെ കള്ളപ്പണി കാണിക്കുന്ന പോലത്തെ ഒരു യെസ് നോ പറഞ്ഞ് നമ്മള് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നും. അത് പിന്നെ സ്പീക്കിങ്ങിലാവുമ്പോ നമുക്ക് എന്താണ് യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞാ മതി. പക്ഷേ നമുക്ക് അത് മാത്രം പോരല്ലോ. അപ്പൊ നമുക്ക് യെസ് കൂടുതൽ നമ്മൾ സംസാരിക്കാം. അപ്പൊ ഈ നമ്മൾ പറഞ്ഞില്ലേ കൂടുതൽ സംസാരിക്കണം എന്ന്. ഇത് ഇത് കാണുന്നവരില് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയാൻ, ഇത് കേട്ടുകൊണ്ട് എല്ലായിടത്തും പോയി ഒരുപാട് സംസാരിക്കാൻ നോക്കരുത്. കാരണം നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ പോയില്ലേ, അപ്പൊ നമ്മൾ മാക്സിമം അവരോട് ആൻസർ പറയേണ്ടത് ചുരുക്കിയിട്ടായിരിക്കണം. ഇതേപോലെ ഇങ്ങനെ വാരി വലിച്ച് പറയരുത്. അപ്പൊ ഇത് കാണുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയണമെന്ന് പറയുന്നത് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറയണം. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നു, ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിന്റെ ആൻസർ നമ്മൾ എസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് 1/2 മാർക്കേ കിട്ടുള്ളൂ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ബാക്കി കൂടെ എഴുതാണെങ്കിൽ 1 മാർക്ക്.
ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ് ഒന്ന് ഷെയർ ചെയ്യോ? പ്ലസ് 2 ഞാൻ കെമിസ്ട്രി സാറ് പറഞ്ഞില്ലേ, പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്മള് എന്താ പറയാ എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നത് നേരെ തിരിച്ചൊരു സെന്റൻസ് രൂപത്തിലെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ എന്ന് പറയാറുണ്ട്. അതാണ് അത് നമ്മൾ ഇങ്ങനെ അത് ഒഴിവാക്കിയിട്ട് യെസ്, നമ്മള് ഒന്നും അറിയാത്തവര് ക്വസ്റ്റ്യൻ അതേപോലെ ആൻസർ ഷീറ്റിൽ കോപ്പി ചെയ്ത് വെച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പൊ അതെങ്കിലും ക്വസ്റ്റ്യൻ മാർക്കെങ്കിലും മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിയിട്ട് സെന്റൻസ് എന്നുള്ള രീതിയിലെങ്കിലും അത്യാവശ്യം ഒരു വരി 2 വരി ഇട്ടെങ്കിലും എഴുതി വെക്കണം എക്സാമിന്, ബ്ലാങ്ക് പേപ്പർ നോക്കാൻ അത്രയും പഠിപ്പിച്ചിട്ട്. ശരിയാണ്. അപ്പൊ നമ്മുടെ സ്പീക്കിങ്ങിന് മാത്രല്ല ഇത് നമുക്ക് എന്താണ് പ്രയോജനം ചെയ്യാ അല്ലെ? പഠിക്കുന്നവർക്ക് എന്താണ് ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് ഈ ടെക്നിക്ക് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സംസാരത്തിൽ നമ്മൾ സംസാരിച്ച് ശീലിച്ചാൽ എഴുതാൻ പെട്ടെന്ന് കിട്ടുന്നതാണല്ലോ അല്ലെ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോവാം. എന്റെ അമ്മ മരുന്ന് കഴിക്കാന് മറക്കാറുണ്ട്. എങ്ങനെ പറയും? മറക്കാറുണ്ട്. യെസ്. മൈ മദർ ഫോർഗെറ്റ് ടു നമ്മള് മരുന്ന് കഴിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയല് ടേക്ക് മെഡിസിൻ എന്നാണ് കേട്ടോ. ടേക്ക് മെഡിസിൻ. മൈ മദർ ഫോർഗെറ്റ് ടു ടേക്ക് ഹെർ മെഡിസിൻ. യെസ്, മൈ മദർ ഫോർഗെറ്റ് ടു ടേക്ക് ഹെർ മെഡിസിൻ. സംടൈംസ് എന്ന് പറയാം, അല്ലെങ്കിൽ മൈ മദർ ഓൾവേസ് എന്ന് പറയാം. എല്ലായ്പ്പോഴും മറക്കാറുണ്ട് എന്നാണെങ്കിൽ യെസ്, മൈ മദർ. ആ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൈ മദർ ഫോർഗെറ്റ് ടു ടേക്ക്. നോ മൈ മദർ കഴിഞ്ഞിട്ട് ഏത് ചേർക്കണം? മൈ മദർ കഴിഞ്ഞിട്ട് ഓൾവേസ് ചേർക്കണം. നമ്മൾ നേരത്തെ ചേർത്ത ഓർമ്മല്ലേ? സംടൈംസ് ചേർത്ത പോലെ. യെസ് യെസ്. മൈ മദർ ഓൾവേസ് forget to take her medicine. Yes, my mother always forget to take her medicine. Okay. അപ്പോ ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തേ. നിന്റെ മദർ മെഡിസിൻ കഴിക്കാൻ മറക്കാറുണ്ടോ? യെസ്, ഉണ്ടോ. എങ്ങനെ ചോദിക്കും? Do your mother നമ്മൾ പറഞ്ഞതില് ഒരു മിസ്റ്റേക്ക് വന്നല്ലോ. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ സെന്റൻസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്താണ്? മദർ, മൈ മദർ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? മൈ മദർ ഓൾവേസ് ഫോർഗെറ്റ് എന്നല്ലേ വരിക? യെസ്. എന്താ വരേണ്ടത്? എസ് വേണം. അതെപ്പോഴും ആലോചിക്കണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞത് ഐ ആണ്, അത് പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫോർഗെറ്റ് എന്ന് പറഞ്ഞത്, മറക്കാറുണ്ട് എന്നുള്ളതില്. ഇവിടെ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ടുള്ള വേർഡാണ് പറയേണ്ടത്. മൈ മദർ ഓൾവേസ് ഫോർഗെറ്റ്സ് ടു ടേക്ക് ഹിസ് ഹെർ. ഒന്നുകൂടി പറയട്ടെ. ഓക്കെ. മൈ മദർ ഓൾവേസ് forget to take her medicine. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻ ആയിരിക്കുമ്പോൾ does your mother forget to take her medicine? വെരി ഗുഡ്. ഡസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു അല്ലെ? അവിടെ ഫോർഗെറ്റ്സ് വന്നത് കൊണ്ടാണ് നമ്മൾ ഡസ് യൂസ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആ സെന്റൻസ് തെറ്റായി പറഞ്ഞാൽ നമുക്ക് അവിടെ ഓക്സിലറി വേർബ് കിട്ടാത്തൊരവസ്ഥ വരും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴേ. അപ്പൊ ഡസ് യുവർ മദർ, പിന്നെ ഫോർഗെറ്റ്സ് പറയോ? ഇല്ല, ഫോർഗെറ്റേ പറയുള്ളൂ. ഡസ് യുവർ മദർ ഫോർഗെറ്റ് ടു ടേക്ക് ഹെർ മെഡിസിൻ? യെസ്. My mother always to forget to take her. To forget വരുമോ? ഒന്നുകൂടെ പറഞ്ഞേ. To forget എന്ന് വരുമോ? My mother
My mother always forget to take Yes. her medicine. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നേരത്തെ കുറച്ച് സ്പീഡ് കൂടിയപ്പോഴേ ടു ഇടയിൽ കയറി വന്നു. കുറച്ച് സ്പീഡ് കുറയ്ക്കണം. ഇടയ്ക്ക് two കേറി വന്ന് തോന്നുന്നില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. യെസ്, നമ്മൾ സ്പീഡ് ഒന്ന് കുറയ്ക്കണം കേട്ടോ. അതേപോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയാം, ഭയങ്കര സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കും. പൊട്ട തെറ്റായിരിക്കും സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാം അവർ സ്പീഡിൽ സംസാരിക്കുന്നത്? ഇന്റെ തെറ്റ് മറ്റുള്ളവര് Mistake അറിയാതിരിക്കാൻ. യെസ് യെസ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ പുലികളായിട്ടുള്ള ആൾക്കാരോടാണെങ്കിൽ പെട്ടില്ലേ, ആണെങ്കിൽ അത് ആകെ നാണക്കേടായി. അപ്പോ നമ്മള് ദീപ ഇപ്പൊ വലിയ മിസ്റ്റേക്ക് വരുത്തി എന്നല്ല കേട്ടാ ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോ നമ്മള് സ്പീഡ് ഓഡിയൻസിന് വേണ്ടിയിട്ട് പറയണം. എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ സ്പീഡ് കുറച്ച് സംസാരിക്കാൻ നോക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ അത്രയും നല്ല അടിപൊളി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് സ്പീഡിൽ സംസാരിക്കാം അല്ലേ? യെസ്. ഇനി നമ്മളിപ്പോ ഫൊഗറ്റ് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, ഫോഗോട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഒരു വേർഡ് ബാക്കിയുണ്ട്. ഫോഗട്ടൻ പറഞ്ഞോ? ഫോർഗോട്ടനാണ് ഫസ്റ്റ് പറഞ്ഞത്. സെന്റൻസ് ഉണ്ടാക്കി അല്ലേ? യെസ് യെസ് യെസ്. പക്ഷെ നമ്മള് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അത് ജസ്റ്റ് ഐ ഹാഡ് ഫോർഗോട്ടൻ, ഷീ ഹാസ് ഫോർഗോട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. യെസ്, നമുക്കൊരു സെന്റൻസ് മേക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാക്കാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സെന്റൻസ് മേക്കിംഗ് ആണ്, ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടാ. നമുക്കൊരു ക്വസ്റ്റ്യന് ഒരു സെന്റൻസ് മലയാളത്തിൽ പറയാൻ കഴിയോ? ഞാന് വേണ്ട, അവള് വേണ്ട, അവന് വേണ്ട, അവർ എന്നുള്ളൊരു സെന്റൻസ് പറയാ കേട്ടാ. അവർ വെച്ചിട്ടോ? അവർ. ദേ വെച്ച് ദേ. അവര് എന്തെങ്കിലും കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടായിരുന്നു പറയാലോ. അവരുടെ ക്ലോത്ത് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. യെസ് യെസ്, പറയാം. എന്തെടുക്കാന്നാ പറഞ്ഞത്? എന്തെടുക്കാന്നാ? ക്ലോത്ത് ഡ്രസ്. ഓക്കെ 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 ഓക്കെ. ഞാന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ആ സെന്റൻസ് ഒന്ന് പറയട്ടെ മലയാളം. അവർ പറഞ്ഞോളൂ. അവരുടെ ഡ്രസ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. യെസ്, അവർ അവരുടെ ഡ്രസ് എടുക്കാൻ മറന്നിട്ടുണ്ട്, വസ്ത്രങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. സെന്റൻസ് പറയാം. They had forgotten. Yes. To bring ആണ് വരിക. കൊണ്ടുവരാൻ എന്നാണെങ്കിൽ ബ്രിങ് ആണ്. എടുക്കാൻ എന്നാണെങ്കിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു വേർഡ് അവിടെ. ബ്രിങ് ആണ് കേട്ടോ. അപ്പൊ എടുക്കുക എന്നുള്ളതിന് ടേക്ക് എന്ന് പറയും നമ്മള്. അപ്പൊ ഇവിടെ ബ്രിങ് യൂസ് ചെയ്യാം കേട്ടോ. They had forgotten to bring their dresses. Yes, their clothes എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ നല്ല ഇംഗ്ലീഷ് കേട്ടോ. ക്ലോത്ത്സ്. യെസ്, ക്ലോത്ത്സ്. ഒന്നുകൂടെ പറഞ്ഞു. They had forgotten to bring their clothes. Very good, very good, very good, very good sentence. അല്ലേ? വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സെന്റൻസാ പറഞ്ഞത്. എപ്പോഴും ചിലപ്പോ സംഭവിക്കാറുള്ള കാര്യമാണ്. നമുക്കത് പെട്ടെന്ന് ഓർത്ത് വെക്കാനും പറ്റുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ? They had forgotten to bring their clothes. അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. നമ്മുടെ yes or no ക്വസ്റ്റ്യൻ പോരട്ടെ. മലയാളം ആദ്യം എന്താ വരിക? അവരുടെ ഡ്രസ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. യെസ്. Did they forget അല്ല വരിക? forget ആണ് വരിക. എന്താ സംശയം? Did they forget to bring their clothes? Very good. Did they forget to bring their clothes? ഞാൻ വിചാരിച്ചേ ദീപ ഞാൻ ചോദിക്കുന്ന സമയത്ത് had they forgotten എന്നാവും പറയാന്ന്. എന്തുകൊണ്ടത് പറഞ്ഞില്ല?
ഡിഡ് ഓക്സിലറി ഇങ്ങോട്ട് നമ്മള് സെപ്പറേറ്റ് ആക്കിയില്ലേ? അതിന്റെ ഡിഡ് അതിലെവിടെ? ആ സെന്റൻസിൽ ഡിഡ് എവിടെ? അല്ല, ഹാഡ് വരുമ്പോ അത് കഴിഞ്ഞു പോയ കാര്യമാകുമ്പോ ഡിഡ് അല്ലേ വരിക? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിഡ് ദേ ഫൊർഗെറ്റ് ടു ബ്രിങ് ദെയർ ക്ലോത്ത്സ്? അവർ അവരുടെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്നോ എന്നല്ലേ നമ്മൾ ചോദിക്കുക. നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ഹാഡ് ദേ ഫൊർഗട്ടൺ. അപ്പൊ നമ്മൾ ഹാഡ് ദേ ഫൊർഗട്ടൺ ടു ബ്രിങ് ദെയർ ക്ലോത്ത്സ് എന്ന് ചോദിക്കാം. ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ എപ്പോഴും ഏതാണ് യൂസ് ചെയ്യാറുള്ളത്? ഡിഡ് വെച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞു പോയത് ഡിഡ് വെച്ചിട്ടാ ചോദിക്കാറുള്ളത്. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ട് ദീപ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. സോ വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, യെസ്. എവിടെ നിന്നാണ് അവര് ക്ലോത്ത് കൊണ്ടുവരാൻ മറന്നത്? യെസ്. അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചോദിക്കാം. അവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡാണ് ഞാൻ ഇട്ട് തരികയാണ് അങ്ങോട്ട്. ആരാണ് ക്ലോത്ത്സ് കൊണ്ടുവരാൻ മറന്നത്? ആരാണ്? യെസ്, ഹു. യെസ്. Who did to forget? Who did forget to bring their clothes? Who did forget to bring their clothes? ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ വയ്യ, എന്നാലും ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മള് ഹൂവിന്റെ കൂടെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. ഞാൻ ഹൂ ഉപയോഗിച്ചിട്ട് സെന്റൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന. വെരി ഗുഡ്, മറന്നുപോയി അല്ലേ? ഇനി ഒന്ന് പറഞ്ഞ ഫോർഗെറ്റ് ആണോ വരിക? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുകൊണ്ടാണ് ഞാൻ ആ ഹൂ ഇട്ട് തന്നത് കേട്ടാ. നമ്മൾ പ്രാക്ടീസ് ചെയ്യാനൊരു അവസരം ഉണ്ടാക്കി തന്നതാണ് ഹൂ വെച്ചിട്ട്. ഓക്കെ, ഹൂ ഫൊഗോട്ട്. അപ്പൊ ഹൂന്റെ കൂടെ ഡു, ഡസ്, ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് ചേർക്കേണ്ട ആവശ്യമില്ല. ഏതാണോ സെന്റൻസിന്റെ മറന്നു എന്ന് പറയാൻ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏത് ഫോം ആണോ അത് നേരെ ചേർത്താൽ മതി. ഹൂ ഫൊഗോട്ട് ടു ബ്രിങ് ദെയർ ക്ലോത്ത്സ്. യെസ്. പിന്നെ ചോദിക്കാം, എന്താണ് അവർ കൊണ്ടുവരാൻ മറന്നത്? ചോദിച്ചൂടെ, എന്താണ് അവർ കൊണ്ടുവരാൻ മറന്നത്? എങ്ങനെ ചോദിക്കും? എന്താണ് മറന്നത്? കൊണ്ടുവരാൻ മറന്നത് എന്ന് വേണം. വാട്ട് ഡിഡ് ദേ ഒന്നും കൂടെ ഒന്ന് സ്പീഡ് കുറച്ച് ചിന്തിച്ചിട്ട് പറയാട്ടാ. യെസ്, ഫോർഗെറ്റ് ഉണ്ട് കേട്ടാ, അവിടെ വിട്ടുപോയി. What did they forget to bring? What did they forget to bring? അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. What did they forget to bring? What did they forget to bring? Forget. അത് ആ പ്രൊനൗൺസിയേഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. What did they forget to bring? What did they forget to bring? Yes, അതിങ്ങനെ ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ മാറ്റം വരുത്തി കൊണ്ടുവരിക. നമ്മള് എന്താ? യെസ്, what did they forget to bring? അവരെന്താണ് കൊണ്ടുവരാൻ മറന്നത്? ആൻസർ എങ്ങനെയാ വരിക? They forget to bring their clothes. Yes, they forgot to bring their clothes. Forget അല്ല, forgot. They forgot to bring their clothes. Yes. നമ്മള് പഠിച്ചതേ പാടൂ എന്ന് പറയില്ലേ? നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, പഠിച്ചതേ പാടൂന്ന്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിരുന്നത് ഐ ആം, ദേ ആർ, വി ആർ, വർക്ക്ഡ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചു വന്നത്. ഈവൻ ഞാൻ എന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാൻ അങ്ങനെയാ പഠിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചത് മറക്കൂല എന്ന് പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുമ്പോ ദേ ആർ ഗോയിങ് ടു അങ്ങനെയൊക്കെയാ പറയാ. ഇപ്പൊ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ എടുത്തെടുത്ത് നമ്മളുടെ ഇതൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം.
അപ്പോൾ പെട്ടെന്ന് കോള് കട്ടായി പോയിട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്താണ്, നമ്മൾ അന്ന് പഠിച്ചത് എന്താണോ അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ മാറ്റം വരുത്താൻ ട്രൈ ചെയ്യാം. ഹലോ, ആയിക്കോട്ടെ. പ്രൊനൗൺസിയേഷൻ അല്ലേ? പ്രൊനൗൺസിയേഷൻ നമ്മൾ ഓരോ വേർഡായിട്ട് ഇങ്ങനെ കുറച്ച് പതിയെ ആദ്യം അതിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മൊത്തം പോകട്ടാ. നമ്മൾ ആദ്യം എന്താ ഇംഗ്ലീഷ് സംസാരം റെഡിയാക്കി എടുക്കുക, പിന്നീട് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരിക. അപ്പൊ നമ്മൾ 3 ഫോംസും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ എക്സാമ്പിൾസും ക്വസ്റ്റ്യൻ മേക്കിങ്ങും ആൻസർ മേക്കിങ്ങും എസ് ഓർ നോ ക്വസ്റ്റ്യൻ മേക്കിങ്ങും എല്ലാം പറഞ്ഞു അല്ലേ. ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് സെന്റൻസുകളും കൂടെ പറയട്ടെ. മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറ്റുമോ ട്രൈ ചെയ്യോ? യെസ്. ഞാന് ആളുകളുടെ പേര് മറക്കാറുണ്ട്, പക്ഷെ അവരുടെ മുഖം ഓർക്കാറുണ്ട്. മറക്കാറില്ല എന്നല്ല, ഓർക്കാറുണ്ട്. ഞാന് പേരുകൾ മറക്കാറുണ്ട്, പക്ഷേ മുഖങ്ങൾ മറക്കാറില്ല. സോറി, ഓർക്കാറുണ്ട്. റിമെമ്പർ. അപ്പൊ sometimes I forget ചില ആളുകളുടെ വേണ്ട, പേരുകൾ ഞാൻ പറയുന്ന സെന്റൻസ് കറക്റ്റ് ശ്രദ്ധിക്കുക. ഞാൻ ചില സമയത്ത് ഒന്നും പറയുന്നില്ല കേട്ടാ. ഞാൻ പേരുകൾ മറക്കാറുണ്ട്, പക്ഷേ ഞാൻ മുഖങ്ങൾ ഓർക്കാറുണ്ട്. ഒന്ന് കറക്റ്റ് ആയിട്ട് പറയണേ. I forget. Forget. Some names. Yes. But I always remember their face. Yes, very good. I forget names, but I remember faces. Okay. ദീപ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. ഇല്ല, വന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മലയാളത്തിൻ്റെത് അങ്ങനെയാണെന്നേ ഉള്ളൂ. പക്ഷെ നീ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, വളരെ മീനിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ചിലപ്പോ നമ്മളെ കൂടെ പഠിച്ച ചെറുപ്പത്തിലൊക്കെ പഠിച്ചവരല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് അല്ലാത്ത അപ്പുറത്തൊക്കെ ഉണ്ടാവൂലേ, അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും അടുത്തന്നെ ആയതുകൊണ്ട് കാണും, പക്ഷെ ഞാൻ അവരുടെ പേര് ചിലപ്പോ ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നെ ഇട്ടുന്നത് കേട്ടാ. നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന ഒരു സെന്റൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വിട്ടത്. പണ്ട് നമ്മളെ +2 ഗ്രൂപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ദീപ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ യെസ് അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസ് തന്നത് കേട്ടാ. ഇനി ഞാൻ പറയട്ടെ. അവന് ഡോറ് അടയ്ക്കാൻ മറന്നുപോയി. അവൻ ഡോർ അടയ്ക്കാൻ മറന്നുപോയി. He forgot to shut the door അല്ലെങ്കിൽ close the door. Yes. He forgot to close the door. പിന്നെ നമ്മൾ യെസ് കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ എപ്പോഴും മറക്കാറുള്ള സംഭവമാണ്, റൂമിൽ നിന്ന് കിടന്ന് എണീച്ച് പോകുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കൂലേ. യെസ്. അപ്പൊ നമുക്ക് അത് വെച്ചൊരു സെന്റൻസ് പറഞ്ഞു നോക്കിയാലോ. എന്റെ മകന് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കാറുണ്ട്. യെസ്. മൈ സൺ റിപ്പീറ്റ് പ്ലീസ്. മൈ സൺ ഫോർഗെറ്റ് ടു. ഒന്നും കൂടെ. ഫോർഗെറ്റ് അല്ലേ? ഫോർഗെറ്റ് ആണ്, പക്ഷെ നമ്മൾ പറഞ്ഞ ടു ഓഫ് എന്നല്ല, ടു സ്വിച്ച് ഓഫ് എന്ന് പറയണം കേട്ടോ. സ്വിച്ച് ഓഫ്. മൈ സൺ ഫോർഗെറ്റ്സ് ടു സ്വിച്ച് ഓഫ് ദ ഫാൻ. ഓക്കെ. മൈ സൺ ഫോർഗെറ്റ്സ് ടു സ്വിച്ച് ഓഫ് ദ ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് എന്തും പറയാം. നമ്മൾ ഡെയിലി യൂസ്
അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് മോനോട്, നീ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നോ? മറക്കാറുണ്ടോന്നല്ല കേട്ടാ ഞാൻ ചോദിച്ചത്. നമ്മളെപ്പോഴും നമുക്ക് ചോദിക്കാം, നീ ഫാന് ഓഫ് ചെയ്യാൻ മറന്നോ? എങ്ങനെ ചോദിക്കും? മറന്നോന്നല്ലേ? യെസ്. Did you forget to switch off the fan? Very good, very good, very good, very good, very nice. Did you forget to switch off the fan? നീ ഫാൻ ഓഫ് ആക്കാൻ മറന്നോ? നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫില് വീട്ടില് നമുക്ക് മക്കളോട് സംസാരിക്കുമ്പോ യൂസ് ചെയ്യാല്ലേ ഈ സെന്റൻസ്. പിന്നെ മക്കള് ചിലപ്പോ എന്ത് ചെയ്യും, ഹോംവർക്ക് ചെയ്യാൻ മറക്കൂല്ലേ? അത് മനഃപൂർവ്വമാവും ചിലപ്പോ, മടിയായിട്ട്. പിന്നെ ടീച്ചർ ഗ്രൂപ്പില് വിടുമ്പോഴാവും അത് ചിലപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാവും രാവിലത്തെ പണി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ, എന്റെ മകന് ഹോംവർക്ക് ചെയ്യാൻ മറന്നു എന്നായിക്കോട്ടെ അല്ലെ? മറന്നു ആയിക്കോട്ടെ. എന്റെ മകനാവണ്ട, എന്റെ മക്കളായിക്കോട്ടെ കേട്ടോ. മക്കള് മക്കളെന്ന് വരുമ്പോ എന്താണ് വരിക? മൈ കിഡ്സ് എന്ന് പറയാം, മൈ ചിൽഡ്രൻ എന്ന് പറയാം. ചിൽഡ്രൻ എന്ന് പറയാം. എന്ത് പറയാം? കിഡ്സ് ആയിക്കോട്ടെ, ഒന്നുകൂടെ നല്ലത് അതാണ്, കിഡ്സ്. ഓക്കെ. മൈ കിഡ്സ് forgot to do their homework. Yes, very nice. My kids forgot to do their homework. Yes, ചെയ്യാൻ എന്ന് പറയാൻ to do, ചെയ്യാൻ, to do their homework. Very nice. അപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഒരു സെന്റൻസും കൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയാലും ആളുകൾക്ക് കാണാൻ ബോറടിക്കണ്ട അല്ലെ? അപ്പൊ ലാസ്റ്റ് സെന്റൻസ്, എന്റെ ഹസ്ബൻഡ് പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ മറക്കാറുണ്ട്. വാങ്ങാനായിക്കോട്ടെ കേട്ടോ, വാങ്ങാൻ മറക്കാറുണ്ട്. ഇടക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ മറന്നു വരും. കൊണ്ടുവരാൻ മറക്കുന്ന അവണ്ട, കാരണം ബ്രിങ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്തു, അതുകൊണ്ട് വാങ്ങാനായിക്കോട്ടെ കേട്ടോ. വാങ്ങാൻ. യെസ് യെസ് യെസ്. My husband forget to buy groceries. ഒന്നുകൂടെ ശ്രദ്ധിക്കോ? എന്റെ ഹസ്ബൻഡ് മറക്കാറുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. മറക്കാറുണ്ട്. ആരാണ് മറക്കാറുള്ളത്? വീണ്ടും ഞാൻ അത് എന്താന്നറിയോ? പ്രാക്ടീസിന്റെ കുറവാണ് കേട്ടോ. അതെ അതെ, ശരിയായിക്കോ. മൈ ഹസ്ബൻഡ് ഓൾവേസ് ഒന്നും വേണ്ടല്ലോ. വേണ്ട വേണ്ട, പാവം വല്ലപ്പോഴല്ലേ ഉള്ളൂ, ഇവർക്കൊരു വിഷമാവണ്ട. My husband forgets to buy groceries. Yes, my husband forgets പറഞ്ഞില്ലേ? My husband forgets to buy groceries. Very good. My husband forgets to buy groceries. My husband forgets to buy groceries. എന്നാ ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞേ, ഗ്രോസറീസ് കൊണ്ടുവരാൻ മറക്കല്ലേ എന്നൊന്ന് പറഞ്ഞേ. എങ്ങനെ ഇംഗ്ലീഷ് പറയും? യെസ്, മറക്കരുത് അല്ലെങ്കിൽ മറക്കല്ലേ. വെരി ഗുഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ഗ്രോസറീസ്. അപ്പൊ ഇന്ന് മുതല് ഓരോ കാര്യങ്ങൾ ഹസ്ബൻഡിനോട് പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാട്ടാ, ഇംഗ്ലീഷിൽ പറയാട്ടാ. ഓക്കെ. അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ക്ലാസ്സസ് എന്നാണ്. അപ്പോ നിങ്ങള് എന്റെ ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്. അപ്പോ ദീപ ഒരുപാട് എന്താ? യെസ്, ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഓൾസോ. നിങ്ങള് എന്ത് ചെയ്യാനും മറക്കാൻ പാടില്ല, സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ ദീപ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു കോളില് വരാനുള്ള മനസ്സ് കാണിച്ചതില്. താങ്ക്സ് പറയണ്ടേ, കാരണം ഞാൻ എത്രത്തോളം ചിന്തിച്ചത് ഉണ്ടാക്കാനും പറയാനും വേണ്ടിട്ട്. ഓക്കെ, ഒരവസരം കിട്ടിയില്ലേ? ഹെൽപ്പ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. നമുക്ക് ഇനിയും ഞാനൊരു ഈ സെഷൻ ഞാനിങ്ങനെ കൊണ്ടുപോവാന്ന് വിചാരിക്കുന്നുണ്ട്. വീക്ക്ലി 1 ടൈം, അല്ലെങ്കിൽ നിങ്ങളെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ചിലപ്പോ വീക്ക്ലി 2 ഡേയ്സ് ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ ഇതുപോലെ വിളിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിരിക്കും.
അപ്പോ നമുക്ക് ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ അല്ലേ? ആയിക്കോട്ടെ. ശരിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോ. അതെ ഞാനും അതാണ് കേട്ടോ ചിന്തിച്ചത് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോ. കാരണം ഒരുപാട് പേര് ക്യാഷ് കൊടുത്തിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കേണ്ട, അങ്ങനെ കോഴ്സുകൾ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ക്യാഷ് അടക്കാൻ പറ്റാനിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ? അതല്ല, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയവര് കുറെ കുട്ടികളെ കണ്ടെടുത്ത് 2 മാസം 3 മാസത്തൊക്കെ വെക്കേഷൻ കോഴ്സിന് പോയത്. പക്ഷെ അതെന്താ, ആ വെക്കേഷൻ കോഴ്സ് കഴിഞ്ഞാൽ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്ത്. എന്തുകൊണ്ടാന്നറിയോ? നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പിന്നെ അതാണ് ആ പ്രശ്നം വരുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ പോയത് വെറുതെ ആവില്ല. നമ്മള് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉപകാരം ആവട്ടെ, ഒരു കോഴ്സിലും ചേരാനും ഇതുപോലെ പേഴ്സണൽ ട്രെയിനറെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലും കൂടെയാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.